സർ, നമ്മളെല്ലാവരും ഒരുപാട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ളത്. എന്നാൽ കൃത്യമായി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലപ്പോഴും നമുക്ക് അറിയുന്നില്ല. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. അതെ, അത് പലർക്കും ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വളരെ വേഗമായിട്ടുള്ളൊരു ഐഡിയ ഉള്ളൂ. ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് എന്നുള്ള വാക്കുകൊണ്ട് ഹൃദയാഘാതം എന്നാണ് മലയാളത്തിൽ. ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളിൽ പെട്ടെന്ന് പൊടുന്നനെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ, അത് കംപ്ലീറ്റ് ബ്ലോക്കായി വരുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെയും സംഭവവികാസങ്ങളെയാണ് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമ്പോൾ പ്രധാനമായിട്ടും ഹാർട്ടിലേക്ക് ആ രക്തക്കുഴൽ സപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് ബ്ലഡ് ഫ്ലോ കട്ട് ഓഫ് ആവുകയാണ്. രക്തം കംപ്ലീറ്റ് സ്റ്റോപ്പായി പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് സംഗതികളാണ് ഉണ്ടാവാവുന്നത്. ഒന്ന്, ആ സമയത്തോ അതിന് തൊട്ട് ശേഷമോ പെട്ടെന്നുള്ള ഒരു ഷോക്ക് പോലുള്ള ഈ ഒരു സംഗതി കൊണ്ട് ഹൃദയം നിന്നു പോവാം. അതിന് ഹൃദയസ്തംഭനം എന്ന് പറയും. അപ്പോൾ ഹൃദയം ആണല്ലോ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഹൃദയം പെട്ടെന്ന് നിലച്ചു പോയാൽ വിത്തിൻ 2-3 മിനിറ്റിനുള്ളിൽ ആൾക്ക് മരണം സംഭവിക്കും. രണ്ടാമത് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു ഭാഗം ഹൃദയത്തിലെ ആ രക്തക്കൊഴലുകൾ രക്തം പ്രദാനം ചെയ്യുന്ന ആ ഭാഗം മൃതമായി പോവും, ഡെഡാവും. അത് വലിയ ഏരിയ ആണെങ്കിൽ ഹാർട്ടിന് അത് വലിയ ക്ഷതം സംഭവിക്കും. ചെറിയ ഏരിയ ആണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഏത് ഹാർട്ട് അറ്റാക്കിനെയും ഒരേ സീരിയസ്നെസ്സോട് കൂട്ടിയിട്ട് കാണേണ്ടതുണ്ട്.